കാത്തിരുന്ന നാളും വരവായേ വേർപണിഞ്ഞ മോഹം കനിയായേ പൊൻകിനാവ് മൊഞ്ചും തന്നിട്ടേ പച്ച തൊട്ടു നീളെ നെയ്തുപോ കൈത പൂത്ത മണ്ണിൻ മാറി പെയ്തലിഞ്ഞ തൂമഞ്ഞായോ തോളു ചേർത്തുയിർത്തോറ്റം കണ്ടേ പൂത്തുലഞ്ഞു സ്നേഹം നിന്നല്ലോ പൂമുഖത്ത് പൂരം കണ്ടല്ലോ നന്മ സൂര്യനിരുളിൽ തെളിയുന്നേ വെൺപിറാവ് കുറുകി പാടുന്നേ കരുണയാണ് കാതൽ അറിയുന്നേ സുഗതമിന്ന് നീളെ പാടണ് ഒരു മതേടി അയൽ കരുതാനായി ചിറകുതന്നു തണലേകാനായി കാത്തിടുന്നൊരാ സ്നേഹം കണ്ടേ എന്നും എൻ്റെ ചാരത്തുണ്ടല്ലോ എന്നും എൻ്റെ സ്മൃതിയിൽ നീയല്ലോ മേഘം കസവിട്ടേ
അറ്റുപോയ ജീവിതങ്ങളെ തുന്നിച്ചേർക്കാനുള്ള, വീണുപോയ മനുഷ്യരെ ചേർത്തു പിടിക്കാനുള്ള പരിശ്രമങ്ങളുടെ മനോഹരമായ അനുഭവങ്ങളാണ് ഇവിടെ നാം കണ്ടത്. നമ്മുടെ ജീവിതത്തിന് എപ്പോഴാണ് അർത്ഥമുണ്ടാകുന്നത് എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ സമ്പത്തും നമ്മുടെ സമയവും ആരോഗ്യവും നാം നമുക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കുമ്പോൾ നാം ജീവിതം ആസ്വദിക്കുക മാത്രമാണ്. എന്നാൽ നമ്മുടെ സമയവും നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവും മറ്റുള്ളവർക്ക് പങ്കുവെക്കുമ്പോൾ നാം ജീവിതത്തിൽ ആത്മസംതൃപ്തി കണ്ടെത്തുകയാണ്, ഒരു നിർവൃതി അനുഭവിക്കുകയാണ്. നമ്മുടെ കൈകൾ മറ്റുള്ളവർക്ക് സഹായത്തിനു വേണ്ടി നീളുമ്പോൾ, നമ്മുടെ ചുമലുകളിൽ തളർന്നു വീഴുന്നവരെ താങ്ങി നിർത്തുമ്പോൾ നാം ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുന്നു. അങ്ങനെ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള മനുഷ്യരുടെ പരിശ്രമങ്ങൾക്ക് താങ്ങായും തണലായും നിൽക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മൾ ഭൂമിയിൽ ഏറ്റവും ഭാഗ്യം ചെയ്തവരായി മാറും. അങ്ങനെ ഭാഗ്യം ചെയ്യുന്ന മനുഷ്യരിൽ ഉൾപ്പെടാൻ നമ്മുടെ മുമ്പിൽ അവസരങ്ങൾ തുറന്നു വച്ചിരിക്കുന്നു പീസ് വില്ലേജ്. സ്വർഗ്ഗം മുന്നിൽ വന്നതോ, സ്വപ്നം കണ്ണിൽ കണ്ടതോ, കൊഞ്ചടി മൈനെ കുറുകടി അരികെ പായാരം ചൊല്ലാതെ കൂടണയാതെ കൂടെ വരില്ലേ പുഞ്ചിരി തന്നേ പോ. ഉപേക്ഷിക്കപ്പെടുന്ന നവജാത ശിശുക്കൾ, തെരുവു ബാല്യങ്ങൾ, പ്രയാസപ്പെടുന്ന പെൺകുട്ടികൾ, ഭിന്നശേഷിക്കാർ, ഉപേക്ഷിക്കപ്പെടുകയോ വീടകങ്ങളിൽ ഒറ്റപ്പെട്ടു പോവുകയോ ചെയ്യുന്ന വൃദ്ധരായ മാതാപിതാക്കൾ തുടങ്ങിയവരുടെ സംരക്ഷണ കേന്ദ്രം, പ്രയാസപ്പെടുന്നവർക്ക് സൗജന്യമായി വസ്ത്രങ്ങൾ നൽകുന്ന ഡ്രസ് ബാങ്ക്, ശരീരം തളർന്ന് കിടപ്പിലായവർക്കുള്ള ഫിസിയോതെറാപ്പി റീഹാബിലിറ്റേഷൻ സെൻറ്റർ, ഡയാലിസിസ് യൂണിറ്റ്, നമ്മുടെ കാലം ഏറ്റവും അധികം ആവശ്യപ്പെടുന്ന വിദ്യാർത്ഥികൾക്കും യുവജനതക്കുമുള്ള സാമൂഹിക സേവന പരിശീലന കേന്ദ്രം, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, കോട്ടേജുകൾ, കൾച്ചറൽ സെൻറ്റർ, ഡി അഡിക്ഷൻ ഹോസ്പിറ്റൽ തുടങ്ങിയവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പീസ് വില്ലേജ് വിഭാവന ചെയ്യുന്ന പദ്ധതി. ഇതിൻ്റെ ഒന്നാം ഘട്ടം നാം നേരത്തെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ ഘട്ടത്തിൻ്റെ പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ നാം ഉള്ളത്. പീസ് വില്ലേജിനെ സ്നേഹിക്കുന്ന, അതിനോട് സഹകരിക്കുന്ന ഒരുപാട് വലിയ മനുഷ്യർ നമ്മുടെ കൂടെയുണ്ട്. എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദിയും പ്രാർത്ഥനകളുമുണ്ട്. പീസ് വില്ലേജിൻ്റെ പുതിയ സംരംഭങ്ങളിൽ നിറഞ്ഞ സഹകരണവും പിന്തുണയും എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നു തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ.